നിലുവേ നിലു ഇവിടെ ഇരിക്കണോ? എന്താ എന്തെന്ന് നീ കരയണ? നീ കരയണെന്തിന്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിന് കരയണത്? ആണ്ടാ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. നീ കാര്യം പറ. എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാ? എല്ലാവർക്കും എല്ലാം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. നീ കാര്യം പറയണേ അങ്ങോട്ട്. ഞാൻ കുട്ടു എന്താ വരാത്തെന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ച്. അപ്പോൾ കുട്ടുൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അമ്മ മേടിച്ചിട്ട് അമ്മ എന്തൊക്കെയോ എന്നെ പറഞ്ഞു. ഒരു കാര്യമില്ലാതെ തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പം പിന്നെ കരയാനല്ലേ പറ്റുള്ളൂ. അവർക്ക് ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞു തീർന്നില്ലേ? അവരെന്തോന്ന് പറഞ്ഞത്? അച്ഛനും അമ്മയും കുട്ടു എന്നെ കാണാൻ ഇങ്ങോട്ടാ വരണേ. അവിടെ ആരെങ്കിലും ചത്താ പോലും ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ആരെങ്കിലും ചാവുണ്ടേ അവിടെ? അവിടുത്തെ ആദായം മാത്രം മതി, അവിടുത്തെ ആൾക്കാരെയൊന്നും ആർക്കും വേണ്ടെന്ന്. ആദായം? അവിടുത്തെ ആദായം മാത്രം മതി, അവിടുത്തെ ആൾക്കാരെയൊന്നും വേണ്ടെന്ന് നമുക്ക്. ആദായം മാങ്ങാത്തോലി ഇനി എല്ലാം കൂടെ കെട്ടിയെടുക്കട്ടെ. അടുത്ത അപ്പുറത്തെ പറമ്പിയാ നീ എന്റെ ആദായം. അവര് പറയുന്നതിലും കാര്യമുണ്ട്. അവിടെ ആർക്കെങ്കിലും സുഖയില്ലാണ്ടായി ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകാറൊന്നുമില്ല. പോടി, നീ എന്നെ പിള്ളേർ ഇവിടെ കളഞ്ഞിട്ട് നീ പോ. നീ നിന്റെ അച്ഛൻ്റെ അമ്മേനെ അടുത്ത് നിന്നില്ലേ? അവർക്ക് എടി അസുഖം മരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആർക്കും അസുഖം മരണമില്ലല്ലേ? ഒരു ജലദോഷം വന്നാലും അവിടെ ചെന്ന് നോക്കണം അവരെ. പിന്നെ നിന്റെ അമ്മേരെ മുട്ടുവേന ലോക ആരംഭം മുതൽ തുടങ്ങിയാണ് മുട്ടുവേന. ലോക അവസാനിച്ചല്ല മുട്ടുവേന തീരൂല. ഇവിടെ വരുമ്പോൾ അവർക്ക് മുട്ടുവേനൊന്നുമില്ല. എന്റെ പറയാണെങ്കിൽ എന്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി കറങ്ങി കിടക്കുമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ അമ്മേരെ മുട്ടങ്ങ് മാറ്റി വയ്ക്കാം. അവർക്ക് വേണ്ടത് മുട്ട് നമുക്ക് എന്തിന്? ഒന്ന് നിർത്താവോ? അവിടെ നിന്ന് എല്ലാവരും കൂടെ ഓരോന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയും. അതിന്റെ മറുപടി നിങ്ങൾ ഇവിടെ നിന്ന് പറയും. എല്ലാം കൂടി കേട്ടിട്ട് എന്റെ തല പൊട്ടുക. ഒരു സ്വസ്ഥതയും തരൂല. കുറച്ച് വിഷം മേടിച്ച് തരുമോ? അയ്യോ പൈസ ഇല്ലടേ. ഞാൻ വാങ്ങിച്ചു തരാം. കുറെ നാളോട്ട് കാര്യങ്ങൾ വാങ്ങിച്ചു തരാം കേട്ടാ. പോവാലോ, പോയേ പോ. എനിക്ക് ദേഷ്യം പിടിച്ചിക്കാണ്. പോ. ഇത് ഞാൻ റോഡിലോട്ട് പോകുന്നുണ്ട്. എനിക്ക് അത് പരാമർ വേണോ ഫ്യൂരിഡാൻ വേണോ? പാലാണ് ഞാൻ ഒഴിച്ചു തരോട്ടെ മോതക്കേക്ക്. വാങ്ങിച്ചേരാടി. എടി നിന്നെ കൊല്ലാൻ പാകത്തിലുള്ള വീര്യമുള്ള വിഷമൊന്നും ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടാ. വിഷമാക്കി കഴിക്കണ സാധനം. വർക്ക് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഇല്ലെങ്കിൽ അയ്യോ നിങ്ങളെന്താ മോട്ടർ എവിടെ? കേശുവേ, കേശു നീ അടി. കേശുവിനെ വിളിക്കുമ്പോൾ അവള് പ്രത്യക്ഷപ്പെടും. എന്താ പ്രശ്നം? ഇതിരുന്ന് മോട്ടർ എടുത്താ കണ്ടാ? നീ കളിക്കാനായിട്ട് എടുത്തോണ്ട് പോയാ? സത്യം പറ, കളിക്കാൻ എടുത്തോണ്ട് പോയാ? മോട്ടർ കളിക്കാൻ എടുത്തോണ്ട് പോയാ? ഏത് മോട്ടർ? ഇടി ഇരുന്ന് മിനി മോട്ടർ എടുത്തോണ്ട് പോയാന്ന്. മിനിയുടെ മോട്ടറാ? വെട്ടി കെട്ടി കളഞ്ഞ ടേപ്പ് റെക്കോർഡറിന്റെ മോട്ടർ എടുത്തോണ്ട് പോയാന്ന്. ടേപ്പ് റെക്കോർഡറിന്റെ മോട്ടറാ? ടേപ്പ് റെക്കോർഡർ നീ പോ. മകളി നീ മടി. നീ ഇവിടെ മടി. എന്താടി അനങ്ങാ പറ പോലെ ഇങ്ങനെ എഴുന്നള്ളി പറഞ്ഞേ? അച്ഛൻ ചോദിച്ചാ മറുപടി പറയണം. കൺഫ്യൂഷൻ ആകരുത്. ചേച്ചി, അച്ഛന്റെ ടേപ്പ് റെക്കോർഡിലിരുന്ന മിനിയുടെ മോട്ടർ കണ്ടായിരുന്നെങ്കിൽ പറ. ശിവ, ഞാൻ പറയണ്ട, അച്ഛൻ പറഞ്ഞു. മകളെ മോട്ടർ എടുത്തേക്കും പറ. അച്ഛൻ ഒന്നും ചെയ്യൂല. വെറുതെ നീ ഓരോന്ന് പറയല്ലേ കേട്ടോ. ഞാൻ അമ്മയോട് എന്ത് പറഞ്ഞാ? വെറുതെ വഴക്കണ്ടായിട്ട് ഓരോന്നും പറഞ്ഞിട്ട് വരണ്ട. ഒന്നും കേട്ടില്ല. എടുത്താന്ന്. എനിക്ക് എന്തിനാ അച്ഛന്റെ സാധനങ്ങള്? എന്തെങ്കിലും സാധനങ്ങൾ കാണാതായ അത് എവിടെയെന്ന് ചോദിച്ചാ ഒറ്റ ഉത്തരേ ഉള്ളൂ. എനിക്ക് എന്തിനാ അച്ഛന്റെ സാധനങ്ങൾ? നീ ഇവിടെ മൂണത് എവിടെ പോണത്? അല്ല, അച്ഛന്റെ സാധനങ്ങൾ ഞാൻ തൊട്ട് കളിക്കാറൊന്നുമില്ല. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഏരിയ അത്. പിന്നെ എവിടെയാടാ? മോട്ടോർ നടന്നു പോയാ? എടാ 2 പ്ലെയറിൽ 2 സ്പാനറിലാണ്ടാ ഞാൻ കഞ്ഞി കുടിച്ച് പോണത്. എന്റെ വയറ്റിപ്പഴപ്പം മുട്ടിക്കോടെ നീ? അച്ഛാ, ഞാൻ എന്നേ പറയുന്നത് അച്ഛന് ആവശ്യമുള്ള കുറച്ച് പ്ലെയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ചു വെക്കാൻ. അച്ഛൻ ഞാൻ പോട്ടെ. എവിടെ പോണ? കച്ചേരി ഉണ്ടാ? അതാ ഫാഷൻ ഷോയ്ക്ക് പോണ? കേശു ഇവിടെ അവിടെ എവിടെയെങ്കിലും കാണും. വിളി. കേശു, കേശു, ശിവ, കേശു, കേശു. മടി പറഞ്ഞിട്ട് വിളിക്കാൻ പറയുമ്പോ വിളിക്കാൻ പറയുമ്പോ എന്തിനാ കിടന്ന് തല വിളിക്കണേ? എന്തിനടി നീലേ? സമയത്ത് നീലോ കരുതറി ഞാൻ. നീലോ
ആ